അബ്ദുള്ളക്കുട്ടിയെ പോലെയുള്ള ആളുകൾ നരേന്ദ്രമോദിയെ പ്രശംസിച്ചത് കൊണ്ടാണ് പാർട്ടി വിട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ഗോവിച്ചേട്ടൻ നാളെ എന്താകുമെന്ന് അറിയില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്നോട് അല്ല പറഞ്ഞേട്ടെ അല്ല ഞാൻ പറഞ്ഞേട്ടെ. അപ്പോൾ അതുകൊണ്ട് BJP ചോദ്യം ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ പാർട്ടി 96-ൽ 52 സീറ്റ് പാർലമെന്റിനകത്ത് ഉണ്ടായിരുന്നു. 96-ൽ 2004-ൽ 43ആയി, 2009-ൽ 16ആയി, 2014-ൽ 9ആയി. കേൾക്കണം, ഇപ്പോൾ ആകെയുള്ളത് 3 സീറ്റാണ്. അതിലൊന്ന് നമ്മുടെ അരൂർ ആരിഫ്, മറ്റ് രണ്ടും തമിഴ്നാട്ടിലാണ്. ഈ ആളുകളാണ് ചോദിക്കുന്നത് BJP ചോദ്യം ചോദിക്കേണ്ടതെന്ന്. എന്തൊരു വീട്ടിൽ അല്ല പറഞ്ഞേട്ടെ. അതെന്താ ചാഴിക്കാടൻ എങ്ങനെ ഒന്നും അറിയാം കോട്ടയത്ത് നിന്ന്, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞേട്ടെ. അപ്പോൾ BJP സ്ഥാനാർത്ഥിയോട് ചോദ്യം ചോദിക്കേണ്ടത് പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെ ഒരു ജനാധിപത്യത്തിൽ ചേർന്നാണോ? നരേന്ദ്രമോദിയെ നിങ്ങൾ അഭിനന്ദിക്കുന്നു, ഞങ്ങൾ മുന്നോട്ട് വെക്കും നരേന്ദ്രമോദിയുടെ വികസനത്തിൻ്റെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതാ. ഈ ലോകമെമ്പാടും ഇന്ന് ഭാരതമാണ് ലോകത്തെ നയിക്കുന്നത് എന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ പറയുന്നതെങ്കിൽ, ലോകമെമ്പാടും രാഷ്ട്രത്തലവന്മാർ മോദിയാണ് യു ആർ ദി ബോസ് എന്ന് പറയുന്നതെങ്കിൽ അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, മോദിയുടെ ഗ്യാരണ്ടി. നരേന്ദ്രമോദി കല്ലിട്ട ഒരു പദ്ധതിയുടെ മുകളിലും ഒരു പട്ടി മൂത്രം വെച്ചിട്ടില്ല, ഒരു കാക്ക അപ്പിട്ടിട്ടില്ല. ആ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്, പരിശോധിക്കണം. അപ്പോൾ ആ ഗ്യാരണ്ടി, ഞങ്ങൾ തുടക്കമിട്ട പദ്ധതികളെല്ലാം ഞങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന ഗ്യാരണ്ടി ഇവിടെ ഒരു വിവേചനവുമില്ല. ഇവിടെ വികസനം നടപ്പാക്കുന്ന കാര്യത്തിൽ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ, ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ഗ്രാൻഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വിവേചനവുമില്ല. എല്ലാവർക്കും ഒപ്പം, എല്ലാവരുടെയും വികസനം, എല്ലാവർക്കും ഒപ്പം, എല്ലാവരുടെയും വിശ്വാസം എന്ന രീതിയിൽ BJP ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, ഇന്ത്യയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. ആ മോദിയുടെ ഗ്യാരണ്ടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 20 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതല്ല, 543 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന ബുദ്ധിമുട്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടങ്ങുന്ന കമ്മിറ്റിയാണ് NDAയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ഇവിടെ 20 മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളെല്ലാം കൂടി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ എന്തായാലും മറുപടി പറയേണ്ടത്? പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജിൻഡോനോടും പ്രിയപ്പെട്ട ഗോവിച്ചനോടും ചോദിച്ചോട്ടെ, എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരായിട്ടാണോ നിങ്ങൾ ശബ്ദം ഉയർത്തുന്നത്? ജിൻഡോനോട് ചോദിക്കുന്നത്, CPMന്റെ പിണറായിയുടെ അഴിമതിക്കെതിരായിട്ടാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ആർക്കെതിരായിട്ടാണ് നിങ്ങൾ മത്സരിക്കുന്നത്? എന്ന് മദ്ദളത്തോട് പറയുകയാണ്. മനസ്സിലായില്ലേ? ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്നപ്പോ എന്താണ് സംഗതി എന്നുള്ളത് മനസ്സിലായല്ലോ. ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞേക്കട്ടെ, പണം കൊടുത്ത വിവരങ്ങൾ പുറത്തറിയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? പിണറായി വിജയന് കൊടുത്ത കണക്ക്, നമ്മുടെ കരിമണൽ കർത്തമാർ കൊടുത്ത കണക്ക്, വീണ വിജയൻ കൈപ്പറ്റിയ തുക 1,75,00,000 രൂപയുടെ കണക്ക് ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജനം അറിയുമായിരുന്നില്ലേ? നിങ്ങൾ എത്ര കൈക്കൂലി വാങ്ങിച്ചു, എത്ര കോഴപ്പണം വാങ്ങിച്ചു എന്ന് ഇലക്ട്രൽ ബോണ്ടിലൂടെ ആണെങ്കിൽ സുതാര്യമാകുമായിരുന്നു. പക്ഷേ ഇവർ അത് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കരിമണൽ കർത്തമാരെ പോലുള്ള ആളുകളിൽ നിന്ന് കോഴപ്പണം വാങ്ങിക്കാനായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഇവരുടെയൊക്കെ തനിനിറ അറിയണമെങ്കിൽ അർദ്ധരാത്രി സൂര്യൻ ഉദിക്കണമെന്ന സത്യാവസ്ഥ പറഞ്ഞാൽ അതാണ് അവസ്ഥ. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതാണ് സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി പരമോന്നത നീതിപീഠമാണ്. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള, അത് നമ്മളെ ബാധിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിൽക്കുന്ന കാര്യം, ഏതെങ്കിലും രാഷ്ട്രീയ ഇടപെടലിൻ്റെ കാരണമാണോ അത്? അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നു, ഇവർ എന്തിനു വേണ്ടി ഇവർ മത്സരിക്കുന്നത്? ഏതെങ്കിലും നിലപാടുകൾക്ക് അനുസരിച്ചാണോ? അഴിമതിക്കെതിരാണോ? പിണറായി നടത്തിയിട്ടുള്ള ഈ ക്രൂരതകൾക്കെതിരാണോ കോൺഗ്രസ് മത്സരിക്കുന്നത്? അതല്ല എങ്കിൽ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരാണോ ഈ CPM മത്സരിക്കുന്നത്, ഇടതുപക്ഷം മത്സരിക്കുന്നത്? 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു കാര്യം പരിശോധിക്കണം. കോൺഗ്രസിൻ്റെ UPAയുടെ ഇടതുപക്ഷവും കോൺഗ്രസും സപ്പോർട്ട് ചെയ്യുന്ന UPA ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനും വലിയ പ്രചണ്ഡമായുള്ള പ്രക്ഷോഭമായിരുന്നു. എന്താ സംഭവം? 2G സ്പെക്ട്രം, കോമൺവെൽത്ത്, ശതകോടികളുടെ അഴിമതി നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1,47,000 കോടി രൂപ, കേട്ടാൽ തന്നെ പേടിയാവുകയാണ്. അത്രയും കോടി രൂപയുടെ അഴിമതി നടത്തി ആ അഴിമതിക്കെതിരായുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2004 മുതൽ 2014 വരെയുള്ള കോൺഗ്രസിൻ്റെ ആ ഭരണകാലഘട്ടം, അതിന് ഈ CPMമാരെ പിന്തുണച്ച ആളുകളല്ലേ? 2014 മുതൽ ഈ 24 എത്തി നിൽക്കുമ്പോൾ 1 രൂപയുടെ അഴിമതി നടത്തിയ കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്? 1 രൂപയുടെ. യെസ്.